നമസ്കാരം. ഇന്ന് നിങ്ങളോട് ഒരു പർട്ടിക്കുലർ സ്പിരിച്വൽ ടീച്ചിങ് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതായത് ആക്ച്വലി ഇത് കേൾക്കുമ്പോൾ ഇതെന്ത് സ്പിരിച്വൽ ടീച്ചിങ് ആണ് നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഒരു ടീച്ചിങ് ആണ്. റോസസ് ആർ റെഡ്, സ്കൈ ഈസ് ബ്ലൂ, ഗ്രാസ് ഈസ് ഗ്രീൻ. റോസാപ്പൂക്കൾ ചുവപ്പാണ്, ആകാശം നീലയാണ്, പുല്ല് പച്ചയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ദ തിങ്സ് ആർ ആസ് ദേ ആർ. അക്സെപ്റ്റ് ദ തിങ്സ് ആൻഡ് പീപ്പിൾ ആൻഡ് ഇവൻറ്റ്സ് ആസ് ദേ ആർ. അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളെ നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾ സുഹൃത്തായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പാസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രസൻറ്റ് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്യൂച്ചർ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എല്ലാവരെയും അവരവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റൻസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു പാസീവ് അക്സെപ്റ്റൻസ് അല്ല. അവരെന്ത് വേണേൽ ആയിക്കോട്ടെ, ആ അക്സെപ്റ്റൻസ് അല്ല. അവരെന്താണോ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ വേണ്ടുന്ന സ്റ്റെപ്സ് എടുത്തത് മാറ്റാൻ വേണ്ടി ചെയ്യാം. അതായത് എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു ജീവിതമാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അതിനെ നമുക്ക് എന്ത് ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അത് ആ അക്സെപ്റ്റൻസിൽ നിന്ന് റൂട്ട് ചെയ്തുകൊണ്ടുണ്ടാവണം. അല്ലാതെ അതിനെ നീ അക്സെപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാതെ അങ്ങനെയല്ല എനിക്കിങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു പ്ലേസ് ക്ലീൻ ആക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് രീതിയിലത് ചെയ്യാം. ഒന്ന്, ആരാണിത് ഇവിടെ ഇങ്ങനെ ആക്കിയത്, ആരാണത് മോശമാക്കിയതെന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് എനർജി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ആങ്കർ അങ്ങനെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ഗാർബേജിനെ അവിടെ ഉണ്ട്, അത് നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതവിടെ ഒരു നിയമവിരുദ്ധമായിട്ട് ഇട്ടേക്കുന്നതാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം പോലീസിനോട്. പക്ഷേ ആ റിപ്പോർട്ട് ചെയ്യുന്നതും ആ അക്സെപ്റ്റൻസിൽ നിന്നുകൊണ്ടായിരിക്കണം. അത് ക്ലീൻ ചെയ്യുന്നതും പക്ഷേ അക്സെപ്റ്റൻസിൽ നിന്നുകൊണ്ടായിരിക്കണം. അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങളെപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും, എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, എപ്പോഴും ആംഗ്രി ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ആ മൊമെൻറ്റിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഒന്നുകൂടി പറയാം, റോസസ് ആർ റെഡ്, സ്കൈ ഈസ് ബ്ലൂ, ഗ്രാസ് ഈസ് ഗ്രീൻ. Accept the things as they are. Thank you.